ഗവർണർക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. എന്തിനും ഒരു അതിരു വേണം. എന്തിനും അതിരുണ്ട്, ഏതിനും അതിൻ്റെതായ ഒരു അതിര് വെക്കണം. ആ അതിരുകളെല്ലാം ലംഘിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കർഷകരുടെ രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് പിണറായി വിജയൻ. അതിഥി സൽക്കാര ചിലവുകൾക്കുള്ള തുക കൂട്ടണമെന്ന് ഗവർണർ. സർക്കാരിന് കത്ത് നൽകി 6 ഇനങ്ങൾക്കുള്ള ചിലവിൽ 36 ഇരട്ടി വർധനവ് വേണമെന്ന ആവശ്യം. സർക്കാരിന് ധൂർത്തെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ധനമന്ത്രി. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് KN ബാലഗോപാൽ. അച്ഛനെയും മകനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം കോട്ടയം മീനടത്ത്. മകനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കിയതെന്ന് പ്രാഥമിക നിഗമനം. കോട്ടയം മീനത്തലയാറിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇടുക്കി ആനിറങ്കൽ ജലാശയത്തിൽ 2 പേരെ കാണാതായി. നെഗറ്റീവ് എനർജി പുറന്തള്ളാൻ പ്രത്യേക പ്രാർത്ഥന. തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. സബ് കളക്ടർക്ക് അന്വേഷണ ചുമതല. പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് ശശി തരൂരിന്റെ പ്രസ്താവനയെന്ന K മുരളീധരൻ. തരൂർ പ്രസ്താവന തിരുത്തുന്നതോടെ പ്രശ്നങ്ങൾ അവസാനിക്കും. കോൺഗ്രസ് റാലിയിലേക്ക് തരൂരിനെ ക്ഷണിക്കേണ്ടത് സംഘാടക സമിതിയാണെന്നും K മുരളീധരൻ. ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. KL രാഹുലിനും ശ്രേയസ് അയ്യർക്കും സെഞ്ചുറി. നെതർലൻഡ്സിന് 411 റൺസ് വിജയലക്ഷ്യം.